ഗെയിം ഓഫ് ത്രോൺസ് പോലെ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തരുന്ന വേറെ ഏതെങ്കിലും സീരീസുകൾ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്, പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ എന്താണ് ഈ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ചുമ്മാ കുറെ ഡ്രാഗൺസും CGI ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീവിട്ട് കഴിഞ്ഞാൽ അത് ഗെയിം ഓഫ് ത്രോൺസ് പോലെ ആവുമോ? ഒരിക്കലും ഇല്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിന്റെ സ്പിൻ ഓഫ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് എന്നുള്ള സീരീസ്. അവരെങ്ങനെയൊക്കെ നോക്കിയിട്ടും കുറെ ഡ്രാഗൺസിനെ കൊണ്ടുവരാൻ നോക്കിയിട്ടൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടെയാണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ റൈറ്റിംഗിന്റെ ഒരു മികവ് നമ്മൾ കാണുന്നത്. ഗെയിം ഓഫ് ത്രോൺസ് കാണുമ്പോൾ നമുക്കൊരു പീക്ക് മൊമെന്റ്സ് കിട്ടുന്നില്ല, ഒരുപാടെണ്ണം ഉണ്ടല്ലോ അതിൽ. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് പൊളി ആയതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. നമ്മളെയൊക്കെ കൺവിൻസ് ചെയ്ത് ആ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകണം, നമ്മളും അവരുടെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരു സീരീസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് ഞാൻ ഓൾറെഡി ഒരു തവണ റെക്കമെൻഡ് ചെയ്തതാണ്. പക്ഷേ ഇത് എത്ര റെക്കമെൻഡ് ചെയ്താലും എനിക്കൊരു മതിയാവുന്നില്ല, കാരണം ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ എമ്മി അവാർഡ്സിൽ ബെസ്റ്റ് റൈറ്റിംഗ് ഫോർ എ ഡ്രാമ സീരീസ് അവാർഡ് കിട്ടിയതും ഈ സീരീസിന് തന്നെയാണ്. സ്റ്റാർ വാർസിൻ്റെ യൂണിവേഴ്സിലാണ് ഈ ഒരു സീരീസ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ വാർസ് എല്ലാം അറിയണം, അത് ആദ്യം കാണണം എന്നൊന്നും ഇല്ല. ഇതാണ് ആക്ച്വലി ഒരു ബിഗിനിങ്. ഇത് പക്ക സ്റ്റാൻഡ് അലോൺ ആണ്. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആരും ഇത് കാണാതെ ഇരിക്കരുത്. എൻ്റെ മോനെ ഒരു 5-6 പീക്ക് മൊമെന്റ്സ് ഉണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. ഇപ്പൊ നമ്മുടെ ലോകത്തൊക്കെ നടക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് സീരീസിന്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 2 സീസണുകളുള്ളൂ, 24 എപ്പിസോഡ്, അത്ര ഉള്ളൂ. ആൻഡോർ എന്നാണ് സീരീസിന്റെ പേര്. എന്തായാലും കാണണം. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്.